പ്രധാന വാർത്ത ഏതാകണം എന്ന കാര്യത്തിൽ പത്രങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലാതിരുന്നൊരു ദിവസമാണിന്ന്. കാരണം ഇന്നലെ കൃഷി വകുപ്പിൻ്റെ സംസ്ഥാന പരിസ്ഥിതി ദിനാഘോഷത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ പറ്റില്ലെന്ന് മന്ത്രി പി പ്രസാദ് നിലപാടെടുത്തതാണ് ഏറ്റവും വലിയ വാർത്ത. അതാണ് അതോടുകൂടി ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധത്തിൽ ഈ അടുത്ത കാലത്ത് ബന്ധമൊക്കെ ഉലഞ്ഞു നിൽക്കുകയായിരുന്നു. ആ ബന്ധത്തിൽ ചെറിയ വിള്ളൽ എന്നുകൂടി പത്രങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലത്തെ ഏറ്റവും വലിയ വാർത്തയും കാര്യവും. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, മാധ്യമം, വീക്ഷണം, ജന്മഭൂമി അടക്കം ദേശാഭിമാനി അടക്കമുള്ള എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തയാണിത്. ഇംഗ്ലീഷ് പത്രങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയും എക്സ്പ്രസും അതോടൊപ്പം തന്നെ ഹിന്ദുവും ഈ പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോട് നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഞാൻ വാർത്തയിലേക്ക് പോവുകയാണ്. ആദ്യം മനോരമയിൽ നിന്ന് തുടങ്ങാം. കാരണം ഹെഡിങ്ങിൽ ഒന്നുകൂടി മികച്ചു നിൽക്കുന്നതും അതുമാത്രമല്ല വാർത്തയുടെ രണ്ട് ആംഗിളിനെയും എല്ലാ രൂപത്തിലും വിശദമായി തന്നെ മനോരമ നൽകിയിട്ടുണ്ട്. മറ്റു പത്രങ്ങളൊക്കെ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷേ മനോരമ രാജ്ഭവൻ എന്ത് പറഞ്ഞു അതാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. തൊട്ടടുത്തായിട്ട് മന്ത്രി പി പ്രസാദ് എന്ത് പറഞ്ഞു. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്നാണ് രാജ്ഭവൻ പറഞ്ഞത്. മന്ത്രി പ്രസാദ് പറഞ്ഞത് RSS പരിപാടികൾ ഉപയോഗിക്കുന്ന ചിത്രത്തിൽ പറ്റില്ല. അതായത് പുഷ്പാർച്ചന RSS പരിപാടികളിലാണെങ്കിൽ അല്ലെങ്കിൽ RSS പരിപാടികൾ ഉപയോഗിക്കുന്ന ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ പറ്റില്ല എന്ന് പ്രസാദ് പറഞ്ഞതും അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊടിയിൽ കലങ്ങി എന്നാണ് തലക്കെട്ട്. അതിനുശേഷം രാജ്ഭവനിലെ സർക്കാരിൻ്റെ പരിസ്ഥിതി ദിനാഘോഷം സർക്കാർ റദ്ദാക്കി വേറെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പിന്നീട് പരിസ്ഥിതി ദിനാഘോഷം നടത്തിയത്. പക്ഷേ ഗവർണർ അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള രാജ്ഭവനിൽ അദ്ദേഹം തന്നെ അവിടെ പരിപാടി നടത്തുകയും ചെയ്തു. ഇതേ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ചിത്രം കൂടി മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. കൊടി നട്ട വിവാദം എന്നാണ് മനോരമയുടെ ക്യാപ്ഷൻ, ഫോട്ടോയുടെ ക്യാപ്ഷൻ. ഒപ്പം തന്നെ പ്രസാദ് തൊട്ടപ്പുറത്ത് ഒരു ചെടി നടുന്ന ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും കൊടിയിൽ കലങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ഒന്നാം പേജിലുണ്ട്. 11-ാം പേജിൽ വളരെ വിശദമായി വലിയ രാഷ്ട്രീയ വാർത്തയെ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി ഈ നയത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രസാദ് പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ ഗവർണറുമായുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടി വളരെ വിശദമായി പറയുന്നുണ്ട്. നയത്തിൽ മുഖ്യമന്ത്രി എതിർത്ത് CPI. മുഖ്യമന്ത്രി നയത്തിലാണ് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇന്നലെ ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. ആ വാർത്ത ഒരു രാഷ്ട്രീയ വാർത്തയായിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ CPI എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPM രണ്ട് തട്ടിൽ ഇക്കാര്യത്തിൽ എന്നുകൂടി മനോരമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഗവർണറുള്ള സമീപനത്തിലാണ്. അതുമാത്രമല്ല അതിനുശേഷം ഈ ഭാരതമാതാവിന് മിഴിവേകി സാഹിത്യവും ചിത്രമെഴുത്തും. അതായത് പിന്നീട് ഇന്നലെ മുഴുവൻ ആളുകൾ മുഴുവൻ പോയത്, ജനം മുഴുവൻ ചർച്ചയായത് അല്ലെങ്കിൽ ചർച്ചയാക്കാൻ ശ്രമിച്ചത് ഈ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഏത് കാലത്ത് ആരാണ് ഈ ചിത്രം വരച്ചത്, എങ്ങനെയാണ് ഈ ചിത്രം വന്നത് എന്ന കാര്യം അത് വളരെ വിശദമായി ഭാരതമാതാവ് സങ്കല്പവും സാഹിത്യവും ചിത്രമെഴുത്തും വഴി പതിരിച്ചതാണ് എന്ന് കൂടി പറയുന്നുണ്ട്.